ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 5.16 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും ഒരു പ്രയർ റൂമും ഒരു സ്റ്റഡി റൂമും ഫോമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും പ്രത്യേകിച്ച് വേർതിരിച്ചിരിക്കുന്ന 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സ്പേസുള്ള മെയിൻ റോഡ്, അതായത് പോത്തൻകോട് കന്യാകുളങ്ങര റോഡിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം ദൂരത്തിൽ 70 ലക്ഷം രൂപ ചോദിക്കുന്ന വീടാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ മൊത്തത്തിൽ കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുണ്ട്, ഗേറ്റ് നൽകിയിട്ടുണ്ട്, ഇവിടെ ഒരു കിണർ നൽകിയിട്ടുണ്ട്. 3 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. മുറ്റം മുഴുവനായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് നേരെ സിറ്റൗട്ടിലേക്ക് വരാം. ഈ സിറ്റൗട്ടിൻ്റെ ഈ ബോർഡറെല്ലാം ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തി മുഴുവനായിട്ടും ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുകയാണ്. ഒരു തടിയുടെ ടെക്സ്ചർ പോലുള്ള ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. ആ തൂണും അങ്ങനെ തന്നെയാണ്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പോയിന്റ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് വരാം. ഒരു വലിയ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. കട്ടളയും കഥകും എല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ വരുന്നത് ഒരു ഫോമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഫാമിലി ലിവിംഗ് പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോമൽ ലിവിംഗ് ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് എടുത്തിരിക്കുകയാണ്. അതിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിൽ ഏതെങ്കിലും കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇവിടെ സ്വിച്ച് ബോർഡ് എൽലീസ് എന്ന ബ്രാൻഡാണ്. അതുപോലെ ഫാനിൻ്റെ പ്രത്യേകിച്ച് റിലേറ്ററെല്ലാം കളർ ചേഞ്ച് ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും 2 സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ 3 വിൻഡോ കൊടുത്തിട്ടുണ്ട്. TV കൊണ്ട് പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം എൽഇസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് കിച്ചണിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടി പർഗോളയും കൊടുത്തിട്ടുണ്ട്. അതിനകത്തും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്ന ഒരു ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ്. ഇതാണ് ഒരു ഫാമിലി ലിവിംഗ് ഏരിയ. ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്ന 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ലിവിംഗ് ഏരിയ നോക്കുവാണെങ്കിൽ വലിയൊരു ഫാമിലി ലിവിംഗ് ഏരിയയാണ്. ഇവിടെയും TV കൊണ്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്വിച്ച് ബോർഡെല്ലാം ചെയ്തിരിക്കുന്നത് എൽഇസ് ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ നീറ്റായിട്ടുള്ള പെയിൻ്റ് ഔട്ട്, വാമായിട്ടുള്ള ടോണിലുള്ള പെയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഫ്ലോർ നേരെ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഈ ഡൈനിങ് ഏരിയ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാൻ വേണ്ടി പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ ഈ ഭാഗത്തായിട്ട് വാഷ് ബേസിൻ ചെയ്ത് തരുന്നതാണ്. അവിടെ ഒരു മിറർ യൂണിറ്റ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ ആയിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ആയിട്ട് മുകളിലായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. സർഫസ് ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്. നല്ല ലൈറ്റിങ് കിട്ടുന്നുണ്ട്. ഇനി നേരെ കിച്ചണിലേക്ക് പോകും. ഇതൊരു ഓപ്പൺ കിച്ചണല്ല, ക്ലോസ്ഡ് കിച്ചണാണ്. ആ ഡോറിൽ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി കിച്ചണിലേക്ക് വരാം. കിച്ചൺ നോക്കുവാണെങ്കിലും ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി കബോർഡ് ചെയ്ത് തരുന്നതാണ്. സ്ലാബ് എല്ലാം ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് ബോർഡെല്ലാം എൽഇസ് എന്ന ബ്രാൻഡ് ചെയ്താണ്. പ്ലഗ് പോയിന്റെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫാൻ ചെയ്യാൻ വേണ്ടിയുള്ള ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലും അപ്പർ ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സിങ്കോ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഹിന്ദി വേറെ ഇറ്റാലിയൻ സീരീസിലുള്ള സിങ്കോ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ വർക്ക് ഏരിയ ചെയ്യാൻ വേണ്ടി നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു സെറ്റ് ബാക്ക് സ്പേസ് നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ സുഖമായിട്ടൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് ഈ കിണറിന് ചുറ്റാകെ ഗ്രില്ലും ചെയ്ത് തരുന്നതാണ്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഒരു വലിയ റൂമാണ്. അത്രയും വിശാലമായിട്ടുള്ള റൂമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എൽഇസ് എന്ന ബ്രാൻഡാണ്. മുകളിലേക്ക് നോക്കുവാണെങ്കിലും സിമ്പിളായിട്ടുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഓൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 വിൻഡോ കാണാം. അതുകൂടാതെ തന്നെ നൈറ്റ് ലാമ്പ് അല്ലെങ്കിൽ ഫുഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് 3 വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ്റൂം നോക്കുവാണെങ്കിൽ അതുപോലെ തന്നെയാണ്. വിശാലമായിട്ടുള്ളൊരു വാഷ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂമാണ്. ഇത്രയും സ്പേസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത്രയും സ്പേസുള്ള വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് ഫിറ്റിങ്സ് മാത്രമാണ്. കോസൈഡൊക്കെ ഫിറ്റിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സൊമാനി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടൈൽസ് ആണെങ്കിലും എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. വലിയ ഷവർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടും ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടൊരു പ്രയർ റൂമുണ്ട്. ഒരു പ്രയർ റൂം അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റഡി റൂം അല്ലെങ്കിൽ പ്രയർ റൂം ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഇതൊരു കിഡ്സ് റൂം ആണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫോമൽ പർപ്പസിനായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ഓഫീസ് പോലെ ആക്കിയെടുക്കാൻ പറ്റും. മുകളിലായിട്ട് അവിടെ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെയും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാമായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭിത്തിയൊക്കെ എല്ലാം ആ ഒരു കളർ ടോണെല്ലാം നീറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ അപ്സ്റ്റൈറിലേക്ക് വരുമ്പോൾ ട്രെഡ് ഗ്രാനൈറ്റ് ആണ്. റൈസർ ടൈലുമാണ്. അതിനടിയിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഹാൻഡ് റെയിൽസ് എല്ലാം സ്റ്റൈൻലെസ് സ്റ്റീലാണ്. 304 യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്വിച്ച് ബോർഡ് എൽഇസ് തന്നെയാണ്. മുകളിലേക്ക് വരുമ്പോൾ ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്.
ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയും 4-way ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ ആയിട്ട് 5 പർഗോളയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിനകത്ത് മുകളിലായിട്ട് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 4-way ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലെല്ലാം സിമ്പിളായിട്ടുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് അതുപോലെ തന്നെയാണ് പർഗോള കൊടുത്തിരിക്കുകയാണ്. ആ പർഗോളയുടെ ചുറ്റാകെയായിട്ടും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഹാങ് ലൈറ്റ് അല്ലെങ്കിൽ ഷാൻലിയർ ഇടാൻ വേണ്ടിയിട്ടുള്ള ഹൂക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്സ്റ്റെയർ കയറി നേരെ വന്നിരിക്കുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. നമ്മൾ താഴെ കണ്ടതുപോലത്തെ ഒരു ടോണിലെ ടൈലല്ല, ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ട്, കളർ ടോണിൽ വ്യത്യാസമുണ്ട്. അതുപോലെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ്. അതിൽ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഫാൻ ചെയ്യാൻ വേണ്ടി ഹൂക്ക് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടി വി കൊണ്ട് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു രണ്ടാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെയാണ്, വലിയ വിശാലമായിട്ടുള്ള റൂം തന്നെയാണ്. ഇവിടെയും മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഭിത്തിയും വേറെ ടോണാണ് കൊടുത്തിരിക്കുന്നത്. വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും ബെഡ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുൾ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ്, വലിയ വിശാലമായിട്ടുള്ള വാഷ്റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ്. സെറയും സൊമാനിയും കോസയും അങ്ങനെയുള്ള ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ എല്ലാം എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഹീറ്ററിൻ്റെ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അല്ല ഇവിടെ ടവൽ റോഡ് കൊടുത്തിട്ടുണ്ട്. അല്ലെല്ലാം നോക്കുവാണെങ്കിൽ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റെഡി ടു മൂവ് വീട് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമും. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ഈ 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബോക്സ് നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് LES എന്ന ബ്രാൻഡ് തന്നെയാണ്. സ്വിച്ച് ബോർഡെല്ലാം വളരെ യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇവിടെ നൈറ്റ് ലാമ്പ് അല്ലെങ്കിൽ ഫുഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഭാഗത്തായിട്ട് ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രേ തീമിലുള്ള ഒരു പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 വിൻഡോ കാണാം. കൂടാതെ തന്നെ 3 വിൻഡോ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജനലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മിച്ചത്, ഇവിടെ തടികളെല്ലാം പ്ലാവും ആഞ്ഞിലിയും മാത്രമേ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ തടികളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരാം. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ സ്പേസുള്ള വാഷ്റൂം തന്നെയാണ്. ഇവിടെയും കോസയും സെറയും കൂടാതെ സൊമാനിയും അങ്ങനെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് മാത്രമേ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ എക്സോസ്റ്റ് ഫാനാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ വാഷ്റൂമുകളിലും വലിയ എക്സോസ്റ്റ് ഫാനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെയും ഒരു കിഡ്സ് റൂം അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂം ആക്കി എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകും. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കിഡ്സ് റൂം അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂം ആക്കി എടുക്കാൻ പറ്റിയ റൂമാണ്. മുകളിലായിട്ടും സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെയും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമാണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ പോലും സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫാൻ ഇടാനുള്ള ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് LES ബ്രാൻഡ് തന്നെയാണ്. ഇവിടെയും പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ബാൽക്കണിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകും. ഇതാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ്. ഇതും പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണി നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള വലിയ ബാൽക്കണിയാണ്. ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഈ ഒരു ഭിത്തി നോക്കുവാണെങ്കിൽ അല്ല വുഡ് തീമിലുള്ള തടിയുടെ ഡിസൈനിലുള്ള ടൈൽ ക്ലാഡിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ആ ഒരു വിൻഡോ നോക്കുവാണെങ്കിൽ ആ ഒരു തീമിൽ തന്നെയാണ് കളർ ടോൺ കൊടുത്തിരിക്കുന്നത്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫാൻ ചെയ്യാൻ വേണ്ടിയുള്ള ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. അതുകൂടെ റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട്. അവിടേക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 5.16 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 2 പ്രയർ റൂം അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂം വരുന്ന ഫോർമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും പ്രത്യേകിച്ച് വേർതിരിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 70 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.